കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഒന്നാം ദിവസം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ മേൽ കർത്താവിൻ്റെ കരുണ നിറയുന്നതിന് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം ഈശോയ്ക്ക് കൊടുക്കാം. പാപം നിറഞ്ഞ നമ്മുടെ ജീവിതം അനുദപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വേണ്ടി ഒരു കൃപ ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമുക്കറിയാവുന്നവരിൽ, ഈശോയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ, പാപത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോയവർ, ദുശീലങ്ങളുടെ നീർച്ചുഴിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അവരെല്ലാം ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് വലിയൊരു മാനസാന്തര അനുഭവത്തിലൂടെ കർത്താവിനെ കണ്ട് കുമ്പസാരിച്ച് ഈശോയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ കരുണയുടെ നൊവേന നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഇന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, മനുഷ്യകുലത്തെ മുഴുവനും, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ ഈശോയെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഈശോ ഒരു സന്ദേശം ഈ ഒന്നാം ദിവസം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ. അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ കരുണാർദ്ദ ഹൃദയത്തിൽ ഞങ്ങളെല്ലാം സ്വീകരിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, നിത്യപിതാവേ, ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന മനുഷ്യകുലം മുഴുവനിലും പ്രത്യേകിച്ച് കഠിന പാപികളിലും അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ. ഈശോ മിശിഹായുടെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും ഏവരും എന്നേക്കും പുകഴ്ത്തട്ടെ. ആമേൻ. കരുണയുടെ ലുത്തിനിയ ചൊല്ലി നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ കാരുണ്യത്തിന്റെ വലിപ്പം, മഹാത്മ്യം അറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. സാധിക്കുന്നവർ ഈ സമയം മുട്ടിന്മേലായിരിക്കുക. പ്രതിവചനം ഏറ്റുചൊല്ലണം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ
ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നാം എല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ വേളയിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ കരുണയെ പാടിപ്പോകത്താം. നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കരുണ ആനന്ദവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാവട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹ ഞങ്ങൾക്ക് കാരുണ്യം നൽകട്ടെ. ആമേൻ.